എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ശാരിയുടെയും രഘുവിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് കേട്ടോ. ഒരു ദിവസം അപ്രതീക്ഷിതമായി രഘു ശാരിയുടെ വീട്ടിലേക്ക് വരുന്നു. ശാരിയാണെങ്കിൽ ഉച്ചമയക്കത്തിൽ നിന്നും അപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. നല്ല തലവേദനയും ഉണ്ട് ശാരിക്ക്. ആ ഉറങ്ങി എഴുന്നേറ്റിട്ടും തലവേദനയൊന്നും മാറുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചുകൂടി കിടക്കാൻ ഉള്ള ഒരു പുറപ്പാടിലാണ് ശാരി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ രഘുവിന്റെ വരവ്. രഘു വന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ, ഇന്ന് നിനക്കൊരു സർപ്രൈസ് എന്ന രീതിയിലാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാരിക്ക് സന്തോഷമായി കേട്ടോ രഘുവിനെ കണ്ടപ്പോൾ. എന്നാൽ അതിനോടൊപ്പം മനസ്സിൽ ഇതൊന്ന് നേരത്തെ പറഞ്ഞിട്ട് വരാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് മേലൊക്കെ കഴുകി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരിക്കാമായിരുന്നു. അതുമാത്രമല്ല, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ തലവേദനയെല്ലാം മാറും എന്ന് വിചാരിച്ചിരിക്കാതെ ഒരു പാരസെറ്റമോൾ ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ട് റെഡിയായിട്ട് ഇരിക്കാമായിരുന്നു എന്നൊരു ചിന്തയും ശാരിയുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്നാലും ശാരി പോയി കേട്ടോ, രഘുവിന്റെ കൂടെ പോയി. എന്നാൽ രഘുവിന്റെ കൂടെയുള്ള അന്നത്തെ ഒരു ഔട്ടിങ് ശാരിക്ക് പൂർണ്ണമായും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അല്ലെങ്കിൽ തന്നെ ശാരി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ പിടിക്കും ഒന്നൊന്ന് ഉഷാറായി വരാൻ. പ്ലസ് ഈ തലവേദനയും കൂടി ഉള്ളപ്പോൾ പിന്നെ പറയുകയേ വേണ്ട അല്ലേ. എന്നാലും അവർ പുറത്തു പോയി തിരിച്ചു വന്നു. കുറച്ചാഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം രഘുവിന്റെ വാട്സപ്പ് മെസ്സേജും വന്നു, അതിന്റെ പിന്നാലെ ഫോണും വന്നു. അതെ, ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ശനിയാഴ്ച ദിവസം വൈകിട്ട് ഒരു 5-5:30 ആകുമ്പോൾ ശാരിയുടെ വീട്ടിൽ വരാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് പോയിട്ട് നമുക്ക് രാത്രിത്തെ ഡിന്നർ പുറത്ത് ഹോട്ടലിൽ നിന്നെല്ലാം കഴിച്ചിട്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ശാരിക്ക് ബഹു ഖുഷിയായി. ശനിയാഴ്ചക്ക് ഇനി 4 ദിവസം ഉണ്ടല്ലോ ഈശ്വര, ശനിയാഴ്ച ഒന്ന് വേഗം വന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു തത്രപ്പാടായി ശാരിക്ക്. ശനിയാഴ്ചക്ക് മുമ്പ് തന്നെ ശാരി ബ്യൂട്ടി പാർലറിൽ പോയി ഐബ്രോസ്, അപ്പർ ലിപ്പ്, അതേപോലെ ഹെയർ സ്പാ ഇവയെല്ലാം ചെയ്ത് കുറച്ചുകൂടി സുന്ദരിയാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങി. വെള്ളിയാഴ്ച തന്നെ ശനിയാഴ്ച വൈകിട്ട് രഘുവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് അയൺ ചെയ്ത് അതിന് പറ്റിയ ആ ജുവലറീസും ആക്സസറീസും എല്ലാം എടുത്തു വെച്ച് ശനിയാഴ്ച ഉച്ച മുതൽ ശാരി കാത്തിരിപ്പായി. എപ്പോൾ രഘു വരും, എപ്പോൾ രഘു വരും, എപ്പോൾ രഘു വരും. അത്രത്തോളം എക്സൈറ്റ്മെന്റ് ആയി ശാരിക്ക് രഘുവിനെ കാണാൻ വേണ്ടി. അങ്ങനെ ഫൈനലി രഘു വന്നു. രഘു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശാരിക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ അച്ഛനും അമ്മയും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പോലും ആലോചിക്കാതെ ഓടി ചെന്ന് രഘുവിനെ കെട്ടിപ്പിടിച്ചു. രഘുവിനാണ് കുറച്ച് ചമ്മലായി പോയത് കേട്ടോ. രണ്ടാളും അതീവ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി സിനിമയൊക്കെ കണ്ട് നല്ലൊരു ഹോട്ടലിൽ, തിരക്കുള്ള ഹോട്ടലാണെങ്കിലും അവിടെ ഓൾറെഡി അവർ റിസർവ് ചെയ്തത് കാരണം അവർക്ക് നല്ലൊരു സീറ്റ് തന്നെ കിട്ടി. അവിടെയൊക്കെ ഇരുന്ന് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ ഇതിലേതാണ് ശാരിക്ക് കൂടുതൽ സന്തോഷം നൽകിയത്? തീർച്ചയായിട്ടും രണ്ടാമത്തത് തന്നെ അല്ലേ. ആദ്യത്തേത് സന്തോഷം നൽകിയില്ല എന്നല്ല, എന്നാൽ അതിനേക്കാട്ടിൽ എത്രയോ കൂടുതൽ സന്തോഷം രണ്ടാമത്താണ് നൽകിയത്. വിവാഹ ജീവിതത്തിലെ സെക്ഷൽ ലൈഫ്, പ്രത്യേകിച്ച് കൊച്ചുങ്ങളൊക്കെ ആയി പ്രാരാബ്ദങ്ങളെല്ലാം ഒരുപാട് കൂടുതലായിരിക്കുമ്പോഴുള്ള സെക്ഷൽ ലൈഫിനെയും നമുക്ക് ഏകദേശം ഇതിന് സമാനമായിട്ട് കാണാവുന്നതാണ്. രാവിലെ മുതൽ രാത്രി വരെ ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ വീട്ടിലും ഓഫീസിലും എല്ലാം ജോലിയെല്ലാം എടുത്ത് ആകെ ക്ഷീണമായി രാത്രി ഒരു 9-9:30 ബെഡിലേക്ക് വീഴുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണടഞ്ഞ് ഉറങ്ങിക്കിട്ടിയാൽ മതി, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അടുത്ത ദിവസത്തെ റുട്ടീനെല്ലാം ചെയ്യാനുണ്ട് എന്ന ചിന്തയോടെയാണ് മിക്ക ഭാര്യമാരും ഭർത്താക്കന്മാരും ബെഡ്റൂമിലേക്ക് വരുന്നത് തന്നെ അല്ലേ. അപ്പോൾ ഈ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാൾക്ക് ലൈംഗികപരമായിട്ടുള്ള ആ ഒരു വികാരം തോന്നി, ആ ഒരു ആഗ്രഹം തോന്നി, മറ്റേയാളോട് അത് പറഞ്ഞ് മറ്റേയാൾക്കും ആ വികാരം ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ലൈംഗികപരമായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് അങ്ങ് ചെല്ലുക എന്നത് മിക്കപ്പോഴും നടക്കാത്തൊരു കാര്യമാണ്. ഇനി രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് മറ്റേ ആൾക്കും ആ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് മിക്കപ്പോഴും. ചിലപ്പോഴൊക്കെ എൻ്റെ പാർട്ട്ണർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിൽ ഭാര്യയോ ഭർത്താവോ സഹകരിച്ചേക്കാം. ചിലപ്പോൾ രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്യാം ഇങ്ങനെ തനിക്ക് ഇഷ്ടമാണ് എന്ന മട്ടിൽ. എന്നാൽ ശാരിയുടെയും രഘുവിൻ്റെയും ആ രണ്ടാമത്തെ പ്ലാൻഡ് ഡേറ്റ് പോലെ നമ്മൾ ഈ ഒരു സെക്ഷുവൽ ആക്ടിവിറ്റിക്കും നേരത്തെ തന്നെ ഒരു ഡേറ്റ് എന്ന രീതിയിൽ സമയവും സ്ഥലവും എല്ലാം പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പുറപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കില്ലേ. അത് മിക്കപ്പോഴും വീക്കെൻഡ്സിലാവുന്നതായിരിക്കും സൗകര്യം. അതല്ല, അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിലെങ്കിലും ആകാം. അന്നത്തെ ജോലിയെല്ലാം നേരത്തെ തീർക്കുക, അതല്ലെങ്കിൽ അത്യാവശ്യമുള്ള ജോലികൾ മാത്രം ചെയ്യുക.
കുട്ടികളെല്ലാം നേരത്തെ കാലത്തെ ഉറക്കാൻ കിടത്തുക. തർക്കങ്ങളും വേറെ തരത്തിലുള്ള ആ ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന സംഭാഷണങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ പോയി ഏതെങ്കിലും ഹോട്ടലിലൊക്കെ റൂമെല്ലാം എടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉള്ള ആ ഒരു സമയവും സാമ്പത്തിക ശേഷിയും എല്ലാം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ നമ്മുടെ നാട്ടിൽ മിക്കവർക്കും അതൊന്നും പറ്റുന്ന കാര്യമല്ല, പ്രത്യേകിച്ചും ചെറിയ പിള്ളേരെയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവരവരുടെ റൂം നല്ല രീതിയിൽ സജ്ജീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ആരോമ ഓയിൽ സ്പ്രേ എല്ലാം ചെയ്ത് ആ റൂമിൽ നല്ല രീതിയിലുള്ള ആ ഒരു സ്മെല്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കിടക്കയെല്ലാം ഒന്ന് അലങ്കരിക്കുക. പാർട്ട്ണർക്ക് ആകർഷണം തോന്നത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. രണ്ടാൾക്ക് മൂഡ് കിട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്ന തരം ഉള്ള മ്യൂസിക് എല്ലാം ഒന്ന് ഇടുക. ഒരു ചെറിയ കാൻഡിൽ ലൈറ്റ് ഡെസേർട്ട് പോലെയൊക്കെ ആവാം ആ മുറിയിൽ. രണ്ടുപേരും പരസ്പരം എന്തെങ്കിലും കഴിക്കാൻ വായിൽ വെച്ച് കൊടുക്കുക. ഐ ലവ് യു ഒക്കെ പറയുക. വല്ല തലവേദനയോ അവിടെ വേദനയോ ഇവിടെ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല കേട്ടോ. അതൊക്കെ കഴിക്കുക. എന്നിട്ട് വളരെ പതുക്കെ ഈ ഫോർപ്ലേയിലേക്ക് കടന്ന് സമയം എടുത്ത് രണ്ടുപേരും കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് ചെയ്ത് പതുക്കെ ആ ഒരു ഇൻ്റർകോഴ്സ് എന്ന ആ ഒരു കാര്യത്തിലേക്ക് കടക്കുക. അതിനുശേഷം വളരെ സന്തോഷത്തോടെ രണ്ടുപേരും അവരുടെ ആ ഒരു ബോണ്ടിങ് ഉറപ്പിക്കാനുള്ള രീതിയിലുള്ള ആ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുക. എന്നിട്ട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, അല്ലേ? ഇങ്ങനെ ഈ പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്കും അതിൻ്റേതായ ഒരുപാട് പ്ലസസ് ഉണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയത്ത് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയേക്കാൾ പ്ലാൻഡ് സെക്ഷൽ ആക്ടിവിറ്റിയാണ് കൂടുതൽ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നാണ് ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറയുന്നത്. ശരിയാണ്, വല്ലപ്പോഴും ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉള്ളത് വളരെ നല്ലതാണ്. എന്നാൽ ഈ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി തന്നെ ഒരാൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ മറ്റേയാൾക്ക് ആഗ്രഹം തോന്നണമെന്നില്ല, അല്ലേ? പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സിനോടും ശരീരത്തിനോടും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബോണ്ടിങ് എല്ലാം കൂട്ടുവാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. കൂടുതൽ കൂടുതൽ ചെയ്യുന്തോറുമാണ് ഇതിൽ നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ കൂടുതൽ എക്സ്പെർട്ടൈസും വരിക എന്നൊരു ചിന്തയിൽ നമുക്കിത് ചെയ്യുവാൻ കൂടുതൽ ആ ഒരു പ്രേരണ ഉണ്ടാകും. ഇത്തരത്തിലുള്ളൊരു ആഗ്രഹം ഈ പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടുവാനും നമ്മുടെ ശരീരം ഇതിനു വേണ്ടി കാത്തിരിക്കുവാനുമായി ചില ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് സെക്ഷുവൽ ക്യൂസ്, CUES എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ സെക്ഷുവൽ ലൈഫ് ഇന്നത്തെ ഈ ബിസി ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അപ്പോൾ ഇതിനെക്കുറിച്ചും ഇതുപോലെയുള്ള വേറെ പല ടിപ്സും എങ്ങനെയാണ് ബിസി ലൈഫ് ഇന്നത്തെ അപ്പോൾ ഇങ്ങനത്തെ ടിപ്സും ഇത് കൂടാതെ വേറെ പല ടിപ്സും എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ ബിസി ലൈഫിൽ സെക്ഷൽ ആക്ടിവിറ്റിക്കെല്ലാം നമ്മൾ സമയം കണ്ടെത്തി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റേണ്ടത് എന്നതിനെക്കുറിച്ചും എല്ലാം ഉള്ള വർക്ക്ഷോപ്സ്, 1 day വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ 2 day വർക്ക്ഷോപ്സ് എല്ലാം അധികം വൈകാതെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ രൂപരേഖ എല്ലാം റെഡിയായി കഴിഞ്ഞു. സമയത്തിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തായാലും ഫെബ്രുവരിയിലും മാർച്ചിലുമെല്ലാം ഇങ്ങനത്തെ 1 or 2 വർക്ക്ഷോപ്സ് എല്ലാം തീർച്ചയായിട്ടും നമ്മൾ നടത്തി തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ആൾക്കാർ എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. സ്പോണ്ടേനിയസ് സെക്സ് നല്ലതാണ്, എന്നാൽ പ്ലാൻ സെക്സ് ആണ് ഇന്നത്തെ ഈ 21st സെഞ്ച്വറിയിൽ എല്ലാവരും തിരക്കിട്ടിങ്ങനെ ഓടുന്ന ഈ ജീവിതത്തിനിടയിൽ നമുക്ക് കുറച്ചുകൂടി അനുയോജ്യമായിട്ട് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നേരുന്നു. ലവ് യു ആൾ.